മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെയും മകളുടെയും കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. രാത്രിയിൽ അമ്മയുടെയും മകളുടെയും പ്രാർത്ഥന. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങൾ തന്നെ വിശ്വസിച്ചതുപോലെ പിറ്റേന്ന് രാവിലെ സുന്ദരി അല്ലേ പോണേ സമാധാനം ചെയ്തേ. ചേച്ചി ചേച്ചി എന്റെ മോൾക്ക് വസ്ത്രം വല്ലതും തരണേ. എന്റെ മോള് കഴിച്ചിട്ട് 3 ദിവസമായി. ഓരോ രാവിലെ കേട്ടുള്ളൂ നാശം പിടിക്കാനായിട്ട്. ഇവിടെ എന്റെ മോള് മാഗി ഉണ്ടാക്കി അവൾക്കൊരു അംശം കഴിച്ചു, എനിക്കൊരു അംശം പോലും വെച്ചിട്ടില്ല. എന്നിട്ട് കോളേജിൽ പോയിപ്പോ ഞാൻ ഇവിടൊന്നും കഴിച്ചില്ല. പിന്നെ ഒന്നുമില്ല. എന്തൊരു സാധനമായത്. ദൈവമേ, എന്താണ് വീട്ടിൽ നിന്നൊരു പ്രശ്നം? രാവിലെ കെട്ടിയെടുത്തോളും മനുഷ്യനെ മനസ്സമാനം പറയാനായിട്ട്. ചേച്ചി ചേച്ചി കുഷ്ഠരോഗം ബാധിച്ച ഒരു രോഗിയാണ് ഞാൻ. എന്നെ സഹായിക്കണേ. എത്ര ഇഷ്ടമൊന്നും വെച്ച് എന്റെ അടുത്തോട്ട് പോകുമ്പോ ഇവിടെ ഞാനേ ഇല്ല. ഇവിടെ ഞാൻ തന്നെ ഇങ്ങനെ ജീവിക്കുന്ന എനിക്കേ അറിയത്തുള്ളൂ. എന്റെ എന്തുണ്ടായിരുന്നു? ഇതൊന്നും പറയണ്ടടി. ഇന്ന് 2 സാധനം വീട്ടിൽ കെട്ടിയെടുത്തു. എന്തോന്നറിയോ, ഒരു പിച്ചക്കാരിയും പോലും. ഇവിടെ നമുക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെ ഇറക്കി വിട്ടു. പിന്നെ കോച്ചിന് കുഷ്ഠരോഗി. ഞാൻ തന്നെ കൊടുത്തോണ്ട് വരില്ലെന്ന് അപ്പൊ തന്നെ ഇറക്കി വിട്ടു. നിന്നെ കോളേജിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നാട്ട് ഫെസ്റ്റിവൽ ആയിരുന്നു. എനിക്കറിയായിരുന്നു. വീണ്ടും രാത്രി മറിയയുടെയും മകളുടെയും പ്രാർത്ഥന. ഞാൻ ഇന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എനിക്ക് വളരെ കുറച്ച് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. മറിയേ, നിന്നെ വിളിച്ചെടുത്ത് വിളി. അമ്മേ മട്ട്. മറിയേ, ഇതാരാണ് ദൈവമേ? ഞാൻ തന്നെ മകളെ. എന്റെ ദൈവമേ, കർത്താവാണ് വിളിച്ചത്. കർത്താവ് എന്താ എന്റെ ദൈവമേ? അല്ലാണ്ട് കർത്താവ് എന്നെ കൊടുക്കുന്നു അറിയത്തില്ല എന്റെ മാതാവേ. മറിയേ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വന്നു, എന്നിട്ടും നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. കർത്താവ് വീട്ടിൽ വന്നു? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ആദ്യം ഞാനൊരു ഭിക്ഷക്കാരിയുടെയും മകളുടെയും രൂപത്തിൽ വന്നു. നീ എന്നെ ആട്ടിപ്പായിച്ചു. പിന്നീട് ഞാൻ ഒരു കുഷ്ഠരോഗിയുടെ രൂപത്തിൽ വന്നു. നീ എന്നെ ഇറക്കി വിട്ടു. അത് കർത്താവായിരുന്നു? അതെ. കർത്താവടി വീട്ടിൽ വന്നു. പിന്നെ ഇപ്പൊ വരും. ചാടി വരാൻ അനക്കൊണ്ടല്ലോ വരാൻ. അതെനിക്ക് പട്ടാണ്. നിന്നെയൊക്കെ പോറ്റപ്പോൾ എനിക്ക് പട്ട് പിടിച്ചില്ലേ? അതിശയം. എനിക്ക് നേരത്തെ അറിയാൻ. കർത്താവ് ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നു. ചിലപ്പോൾ നാളെ നമ്മുടെ വീട്ടിലായിരിക്കും വരുന്നത്. എന്താണ് സംശയം? എന്റെ നാട്ടിലെ കർത്താവ് വരും. കർത്താവ് എല്ലാ കുഞ്ഞും ഇങ്ങോട്ട് വരും. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. പിന്നെ നീ കുറച്ചോളെ കണ്ടിട്ടുള്ളൂ. അമ്മ കുറെ ഓണാക്കി കണ്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യും. നാളെ കർത്താവ് നമ്മുടെ വീട്ടിലാക്കി വരും. ആരുടെ വൃത്തിയാക്കാൻ ഞാൻ നാളെ. പിന്നെ നീ കൊട്ടക്കണക്കിന് മാർഗം ഇങ്ങോട്ട് വരുന്നത്. തൂക്കണം. നീ ആക്കളോടെ പിറ്റേന്ന് രാവിലെ ശരിക്കും തൂക്കം. ദൈവമേ,
ആ മറിയയുടെയും മകളുടെയും വീട്ടിലേക്ക് ഒരു ഭിക്ഷക്കാരിയും മകളും കടന്നു ചെല്ലുന്നു. എനിക്ക് മനസ്സിലായിട്ടോ, ഇതെല്ലാം കൊണ്ടേക്കാട്ടോ. അയ്യോ, എനിക്ക് കയ്യെ കച്ചൂടെ കൊണ്ട് കൊടുക്കും. അല്പസമയത്തിന് ശേഷം കുഷ്ഠരോഗിയും അവിടേക്ക് കടന്നു വന്നു. പൈസ എന്നോട് ക്ഷമിക്കാൻ കേട്ടോ, കാശ് കൊണ്ടൊക്കെ നിന്നോട് കൊടുക്കുന്ന ഇങ്ങനെ കർത്താവിന് അനുഗ്രഹം നമുക്ക് തരും. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോ അറിയാം. വീണ്ടും രാത്രിയിലെ മറിയയുടെയും മകളുടെയും പ്രാർത്ഥന. അടുത്ത് കർത്താവേ, ഇന്ന് കർത്താവിന് ഞാൻ എല്ലാം തന്നല്ലോ, എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മാത്രം മതി. എന്റെ വളരെ കുറച്ച് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായ 2 കാർ, ഒരു ചെറിയ 2 നില വീട്, പിന്നെ ചെറിയൊരു ഡയമണ്ട് സെറ്റ്, അതെന്റെ മോക്ക് ഒരു സ്കൂട്ടറും, പിന്നെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ മാത്രമല്ല കർത്താവ് ഞാൻ ചോദിക്കുന്നുള്ളൂ. എനിക്ക് നീ അത് നടത്തി തരാൻ എന്റെ കർത്താവേ. അതിന് ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വന്നില്ലല്ലോ. കർത്താവ് വീട്ടിൽ വന്നില്ലെന്നോ? പിന്നെ ആരെങ്കിലും വീട്ടിൽ വന്നത്? അത് കർത്താവല്ലായിരുന്നോ? അത് ഞാനല്ല മകളെ. എന്റെ കർത്താവ്, എന്നെ പൊടി.